വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 5ാം ക്ലാസ്സിലെ ന്യായ് കി കുർസി എന്ന പാഠത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് പോകാം. ഏക് ദിൻ, ഒരു ദിവസം, ദോ കിസാനോ കെ ബീച്ച്, രണ്ട് കർഷകരുടെ ഇടയിൽ, സെമീൻ കോ ലേക്കർ, ഭൂമിയെ സംബന്ധിച്ച്, ഛഗഡ ഉഡ് ഖടാ ഹുവ, ഛഗഡ മീൻസ് വഴക്ക് അല്ലെ തർക്കം, ഛഗഡ ഉഡ് ഖടാ ഹുവ, വഴക്കുണ്ടായി. മാമല ഗംഭീരത, തർക്കം വളരെ വലുതായിരുന്നേ. ഠീഴോം വാലെ ലട്കേക്ക്, ആ മൺകൂലിരിക്കുന്ന ആൺകുട്ടികളെ പറ്റി, ഇത്തനീ ചർച്ചേക്ക്, ഇപ്രകാരമുള്ള ചർച്ചയുണ്ടായി. അതുകൊണ്ട് എന്ത് പറ്റി? വേ രാജാക്കെ ദർബാർ മേ ജാനേക്ക് ബജായ്, അവർ രാജ്യസഭയിൽ പോകുന്നതിന് പകരമായിട്ട് ഉസി കെ പാസ് ഗയേ, അവൻ്റെ അടുക്കലേക്ക് അങ്ങ് പോയി. ഔർ ഉസ്കോ അപ്പനെ ഛഗഡേ കെ ബാരെ മേ, അവനോട് തങ്ങളുടെ വഴക്കിൻ്റെ കാര്യങ്ങൾ ബതായ, പറഞ്ഞു കൊടുത്തു. ലട്കേനെ ബെഡി ഗംഭീരദാസെ, ആൺകുട്ടിയാണെങ്കിലോ ബെഡി ഗംഭീരദാസെ, വളരെ ഗാംഭീര്യത്തോടുകൂടി, ദോനോ കിസാനോങ്കി, രണ്ട് കർഷകരുടെയും ബയാൻ സുനെ, ആവലാദികളൊക്കെ കേട്ടു. ഉസ്കെ ബാദ്, അതിനുശേഷം, ഉൻസെ ജോ ഫൈസലാദിയ, അവൻ ഏത് തീർപ്പ് കൽപ്പിച്ചോ, ഉസേ സുൻകർ, അത് കേട്ടിട്ട്, വേ ദംഗ് രഹ്ഗയ, അവരങ്ങ് അത്ഭുത സ്തബ്ധരായിപ്പോയി. ഉസ് ദിൻ കെ ബാദ് സേ, ആ ദിവസത്തിന് ശേഷം, നഗർ കെ സഫീദ് ലോഗ്, നഗരത്തിലെ മുഴുവൻ ആൾക്കാരും, അപ്പനി ഫരിയാദ് ലേക്കർ യഹീം ആനേ ലഗേ, അന്നോട്ട് ആൾക്കാർ തങ്ങളുടെ ആവലാദികളുമായിട്ട് യഹീം ആനേ ലഗേ, ഇവിടെ വരാൻ തുടങ്ങി. രാജാക്കെ ദർബാർ മേ കോയി ന ജാത്ത, രാജാവിൻ്റെ ദർബാറിലോട്ട് ഒറ്റ കുഞ്ഞും പോയില്ല, ആരും പോയിരുന്നില്ല. ഔർ ഏസാ കഫി നഹി ഹുവ, ഇപ്രകാരം ഒരിക്കലും ഉണ്ടായില്ല. എപ്രകാരമാ? ലട്കേ കെ ഫൈസലേസെ, ഈ കുട്ടിയുടെ തീരുമാനത്തെ സംബന്ധിച്ച് അല്ല തീർപ്പിനെ സംബന്ധിച്ച്, ഉൻഹേം സന്തോഷം ന ഹുവാഹോ, അവർക്ക് സന്തോഷം ഉണ്ടാകാതിരുന്നില്ല. ധീരെ ധീരെ, സാവധാനം, യഹ്ബാത്ത് രാജാക്കെ കാനോം തക് പഹുഞ്ചി, ഈ കാര്യം രാജാവിൻ്റെ ചെവിയിൽ തന്നെ ചെന്നെത്തി. ഉസ്കോ ബഹത്ത് ക്രോധായ, അദ്ദേഹത്തിന് വളരെ ദേഷ്യമുണ്ടായി. ഉസ്നെ ഗർജ് കർ കഹ, അദ്ദേഹം ഗർജിച്ചുകൊണ്ട് പറഞ്ഞു, ഉസ് ചോക്കരേക്ക്, ആ ആൺകുട്ടിക്ക്, യഹ് മജാൽ കി, ഇത്ര കഴിവുണ്ടോ, മജാൽ മീൻസ് കഴിവ്, യഹ് മജാൽ കി അപ്പനേക്കോ മുച്ചേ അച്ഛാ ന്യായകർത്ത സമച്ചേ, തന്നെ വലിയ ന്യായകർത്താവാണെന്ന് വിചാരിക്കാൻ മാത്രം കഴിവ് അവനുണ്ടോ? മേ ഇൻ കിസ്സോ മേ വിശ്വാസം നഹീം കർത്ത, ഞാൻ ഈ കാര്യത്തിൽ വലിയ വിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല. മേ ഇസ് കിസ്സോംസേ വിശ്വാസം നഹീം കർത്ത, ഞാൻ ഈ കാര്യത്തിൽ വിശ്വസിക്കുന്നില്ല. മേ ഖുദ് ജാക്കർ ദേഖൂക, ഞാൻ അവിടെ തീർച്ചയായും പോയി കാണുന്നതാണ്, എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏസാ കഹ്കർ, ഇത് പറഞ്ഞിട്ട്, രാജാപ്പനെ ലാവ് ലസ്കർ കെ സാത്ത്, രാജാവിൻ്റെ പരിവാരങ്ങളോടുകൂടി, ഉസ് മൈതാൻ മേ പഹുഞ്ച, ആ മൈതാനത്ത് ചെന്നെത്തി. വഹാം ലട്കെ അപ്പന പ്രിയ ഖേൽ ഖേൽ രഹേ ഥേ, അവിടെ കുട്ടികൾ തങ്ങളുടെ പ്രിയപ്പെട്ട കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബഡി ദേർ തക്, വളരെ നേരം, രാജാവ് ഉസ്കാ ഖേൽ ദാക്താ രഹ, രാജാവ് അവരുടെ കളി കണ്ടുകൊണ്ടിരുന്നു. വഹ് സ്തംഭിത രഹയ, അദ്ദേഹം സ്തംഭിച്ചു പോയിരുന്നു. ഉസ്നെ അപ്പനെ മന്ത്രി സേ കഹ, അദ്ദേഹം തൻ്റെ മന്ത്രിയോട് പറഞ്ഞു, ലട്ക സച്ച് മുച്ച് ബഹത്ത് ബുദ്ധിമാൻ ഹേ, ഈ ആൺകുട്ടിയുണ്ടല്ലോ, ഇവൻ തീർച്ചയായിട്ടും വലിയ ബുദ്ധിമാൻ തന്നെയാണ്. ഇത്തനീ ചോട്ടി ഉമ്രമേ, ഇത്രയും ചെറിയ വയസ്സിൽ, ഇത്തനീ ബുദ്ധി കാ ഹോന, ഇത്രമാത്രം ബുദ്ധി ഉണ്ടാകുന്നത്, ആശ്ചര്യക്ക് ബാത്ത് ഹേ, ഇത് ആശ്ചര്യത്തിൻ്റെ കാര്യമാണ്, ആശ്ചര്യമുണ്ടാക്കുന്ന ബുദ്ധിയാണ് ഇവനുള്ളതെന്നാണ് പറഞ്ഞത്. ഇസ്കി ന്യായബുദ്ധിക്ക് ആകെ, ഇവൻ്റെ ന്യായബുദ്ധിയുടെ മുന്നിൽ, തോ ബഡേ ബഡേ കോ ലോഹാമാന പടേക, വളരെ ഉയർന്ന ആൾക്കാർക്ക് പോലും, വളരെ വലിയ ആൾക്കാർക്ക് പോലും ലോഹാമാന പടേക, അതീശത്വം അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. വലിയ ആൾക്കാർ പോലും ഇവൻ്റെ മുന്നിൽ ഒന്നും അല്ലാതാകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, അവർക്കും ഇവൻ്റെ അതീശത്വം അംഗീകരിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത്. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.